Hello everyone, welcome to a Dream Distance Education. NIOF എക്കണോമിക്സിന്റെ 18th ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കഷൻ ചെയ്യുന്നത്. 18ാമത്തെ ചാപ്റ്റർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ചെലവ് എന്ന് പറയും. നമുക്കറിയാം, എന്ത് ഉൽപ്പാദിക്കുകയാണെങ്കിലും അതിനൊക്കെ ചെലവ് വരും അല്ലെ. എന്ത് നമ്മൾ ഉൽപാദനം നടത്തുമ്പോഴും അത് പല വിധത്തിൽ അതിന്റെ ചെലവുകൾ സംഭവിക്കാം. അപ്പൊ ആ ചെലവുകളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഡിമാൻഡ് മനസ്സിലാക്കി, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മനസ്സിലാക്കി. ഇനി നമ്മൾ ഉൽപാദനത്തിന് വരുന്ന ചെലവുകളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോ ഏതൊരു സ്ഥാപനവും മുന്നോട്ട് പോകണമെങ്കിൽ ഉൽപാദനം നടക്കണം. ആ ഉൽപാദനത്തിന് ചെലവ് വരും എന്ന് നമുക്കറിയാം. അപ്പൊ ആ ഉൽപാദനത്തെ കുറിച്ചും ആ സ്ഥാപനത്തിന്റെ ചെലവിനെ കുറിച്ചുമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന ഈ ചാപ്റ്ററിലൂടെ പറയുന്നത്. ഒരു സ്ഥാപനം ഉൽപാദനത്തിനായി ചെലവഴിക്കുന്ന വിവിധ തരത്തിലുള്ള ചെലവുകളും അവയുടെ കണക്കുകൂട്ടലുകളും സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥികൾക്കുള്ള ഒരു സമഗ്രമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു വിവരണമായിട്ടാണ് ഈ ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത്. അപ്പോ ഒരു സ്ഥാപനത്തിനുണ്ടാകുന്ന ഉൽപാദന ചെലവിനെ കുറിച്ചും ആ ചെലവുകളുടെ കണക്കുകൂട്ടലുകളെ കുറിച്ചൊക്കെയാണ് ഇവിടെ ഈ ഒരു ചാപ്റ്ററിലൂടെ സംഗ്രഹിക്കുന്നത് എന്ന് വിവരിക്കുന്നത്. അടുത്ത നമുക്ക് നോക്കാം, എന്താണ് ഉൽപാദന ചെലവ്? വാട്ട് ഈസ് മീൻ ബൈ പ്രൊഡക്ഷൻ? ഉൽപാദന ചെലവ് എന്താണ്? ഉൽപാദന ചെലവ് എന്ന് പറഞ്ഞാല് ഒരു ഉൽപ്പന്നം നിർമ്മിക്കാൻ ഭൂമി, തൊഴിൽ, മൂലധനം, സംരംഭകത്വം തുടങ്ങിയ ഉൽപാദന ഘടകങ്ങൾ ചെലവഴിക്കുകയും അതിന്റെ ആകെ തുകയെയാണ് എന്ത് പറയുന്നത്? ഉൽപാദന ചെലവ് എന്ന് പറയുന്നത്. അപ്പോ ഉൽപാദന ചെലവ്, പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാല് ഒരു ഉൽപ്പന്നം നിർമ്മിക്കാന് എന്തൊക്കെ വേണം? ഭൂമി വേണം, തൊഴിൽ വേണം, മൂലധനം വേണം, സംരംഭകത്വം വേണം, ലാൻഡ് വേണം, ലേബർ വേണം, ക്യാപിറ്റൽ വേണം, ഓർഗനൈസേഷൻ വേണം. ഇതിനെയാണ് ഒരു എന്ത് ഉൽപ്പാദിപ്പിക്കണമെങ്കിലും ഈ 4 ഘടകങ്ങളും ഫാക്ടേഴ്സും ആവശ്യമാണ്. ഇതിനെ ഫാക്ടേഴ്സ് എന്നാണ് പറയുക, ഘടകങ്ങൾ. ഈ 4 ഘടകങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഏതൊരു വസ്തുവും നിർമ്മിക്കുക. അപ്പൊ ഈ 4 ഘടകങ്ങൾക്കും വരുന്ന ചെലവിനെയാണ് എന്ത് പറയുക? ഉൽപാദന ചെലവ് എന്ന് പറയുന്നത്. ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്നതിന് ഭൂമിയും, തൊഴിലും, മൂലധനവും, സംരംഭകത്വം, ഓർഗനൈസേഷനും ഒക്കെ ആവശ്യമാണ്. അവയ്ക്ക് വരുന്ന ചെലവിന്റെ ആകെ തുകയാണ് എന്ത്? ഉൽപാദന ചെലവ്. ഭൂമിക്ക് വരുന്ന ചെലവ് എന്താ? റെന്റ്. ഭൂമിക്ക് നമ്മൾ റെന്റ് കൊടുക്കേണ്ടി വരും. തൊഴിലിന് വരുന്ന ചെലവ് എന്താ? വേജ്, കൂലി. മൂലധനത്തിന് വരുന്ന ചെലവ് എന്താ? ഇൻട്രസ്റ്റ്. സംരംഭകത്തിന് വരുന്നത് എന്താണ്? പ്രോഫിറ്റ്. ഈ 4 ഘടകങ്ങളാണ്. ഈ 4 ഘടകങ്ങൾക്കും കിട്ടുന്ന റിവാർഡാണ് ടീച്ചർ ഈ പറഞ്ഞത്. ഭൂമിക്ക് എന്താ കിട്ടുക? റെന്റ് കിട്ടും. തൊഴിലിന് എന്താ കിട്ടുക? വേജ് കിട്ടും. ക്യാപിറ്റൽ അഥവാ മൂലധനത്തിന് എന്താ കിട്ടുക? ഇൻട്രസ്റ്റ് കിട്ടും. ഓർഗനൈസേഷൻ എന്താ കിട്ടുക? പ്രോഫിറ്റ് കിട്ടും. അപ്പൊ ഇതെല്ലാം കൂടിച്ചേർന്ന് ഈ 4 ഘടകങ്ങളും ചേർന്ന് കൊണ്ട് ഉൽപാദനം നടത്തുന്നതിനെയാണ് ഉൽപാദക ചെലവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും സാമ്പത്തിക ശാസ്ത്രത്തിലെ ചെലവ് എന്നത് പണം കൊടുത്തു വാങ്ങുന്ന ചെലവുകൾ മാത്രമല്ല, സ്വന്തം വിഭവങ്ങളുടെ മൂല്യവും സാധാരണ ലാഭവും ഉൾപ്പെടുന്നു. അതുകൊണ്ട് തന്നെ എക്കണോമിക്സിലെ ചെലവ് എന്ന് പറയുന്നത് എന്താണ്? പണം കൊടുത്തു വാങ്ങുന്നത് മാത്രല്ല, പണം കൊടുക്കുന്ന നമ്മളെ കയ്യിൽ നിന്ന് എടുക്കുന്ന കാര്യങ്ങൾ, അത് സ്വന്തം വിഭവങ്ങളുടെ മൂല്യവും സാധാരണ ലാഭവും ഒക്കെ ഏതിൽ വരും? ഉൽപാദന ചെലവില് വരും എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. നിങ്ങൾ കണ്ടോ, ഇവിടെ ആളുകൾ പണിയെടുക്കുന്നത് കണ്ടോ? ഇവിടെ ഉൽപാദനമാണ് നടക്കുന്നത്. ഇവിടെ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ഭൂമി ഉപയോഗിക്കുന്നുണ്ട്, തൊഴിൽ ഉപയോഗിക്കുന്നുണ്ട്, ക്യാപിറ്റൽ ഉപയോഗിക്കുന്നുണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പൊ ഈ 4 ഘടകങ്ങൾക്ക് പുറമെ വിഭവങ്ങളുടെ മൂല്യവും സാധാരണ ലാഭവും ഒക്കെ ഏതിൽ വരുന്ന പറയുന്നത്? ഉൽപാദന ചെലവിൽ സംഭവിക്കാം. അടുത്ത ടോപ്പിക്സ് ആണ് ചെലവിന്റെ പ്രധാന വിഭാഗങ്ങൾ ഏതൊക്കെ. അതായത് ഈ പ്രൊഡക്ഷന്റെ പ്രധാനപ്പെട്ട തരങ്ങൾ ഏതൊക്കെ, ടൈപ്സ് ഏതൊക്കെ എന്നാണ് ചോദ്യം. ടൈപ്സ് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയും.
ടൈപ്സ് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അഥവാ ചെലവിന്റെ പ്രധാന വിഭാഗങ്ങൾ. ചെലവ് എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ രീതിയിലാ ചെലവ് വരിക? എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഉണ്ട്, ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഉണ്ട്, നോർമൽ പ്രോഫിറ്റ് ഉണ്ട്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് പറഞ്ഞാൽ പ്രത്യക്ഷ ചെലവ്. ഇപ്പോ കോസ്റ്റിനെ 3 തരംതിരിക്കാം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 3 രീതിയാണുള്ളത്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, ഇംപ്ലിസിറ്റ് കോസ്റ്റ്, നോർമൽ പ്രോഫിറ്റ്. അതിൽ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരിക? വാടക, വേതനം, പലിശ, അസംസ്കൃത വസ്തുക്കൾ എന്നിവയ്ക്ക് നേരിട്ട് പണം നൽകുന്ന ചെലവാണ് എന്ത്? എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. വാടകയ്ക്കും വേതനത്തിനും പലിശയ്ക്കും മറ്റ് വാടക, വേതനം, പലിശ, അസംസ്കൃത വസ്തുക്കൾ എന്നിവയ്ക്ക് നേരിട്ട് പണം നൽകുന്ന ചെലവിനെയൊക്കെ നമുക്ക് എന്ത് പറയാം? എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. ഇപ്പൊ നമ്മളൊരു ഫാക്ടറി, ഒരു വലിയ ഫാക്ടറി ഇതേപോലെ ഒരു വലിയ ഫാക്ടറി അല്ലെങ്കിൽ വലിയൊരു ഷോപ്പ് നടത്തുന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ആ ഫാക്ടറിയിൽ വരുന്ന എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് പറഞ്ഞാൽ എന്തൊക്കെ വരാം? വാടക വരാം, റെന്റ് വരാം, അവിടുത്തെ തൊഴിലാളികൾക്ക് വരുന്ന വേജ് വരാം, അതേപോലെ അവിടെ മൂലധന വസ്തുക്കൾക്കുള്ള പലിശ വരാം, അസംസ്കൃത വസ്തുക്കൾ എന്നിവയ്ക്ക് നേരിട്ട് പണം നൽകുന്ന ആ ചെലവിനൊക്കെയാണ് എന്ത് പറയുന്നത്? എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, പ്രത്യക്ഷ ചെലവ്. ഓക്കെ, അടുത്തത് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. എന്താ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? പരോക്ഷ ചെലവ് എന്ന് പറയും. അതായത് പരോക്ഷ ചെലവ് എന്ന് പറഞ്ഞാൽ സ്വന്തം കെട്ടിടത്തിന് വേണ്ടി ആ കെട്ടിടം ഉണ്ടാക്കാൻ വന്ന ചെലവ്, സ്വന്തം ഭൂമി വാങ്ങാനുണ്ടായ ചെലവ്, നമ്മളുടെ സ്വന്തം കയ്യിലുള്ള പണം, നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ അധ്വാനിക്കുക, ആ ഫാക്ടറിയിൽ നമ്മൾ തന്നെ അധ്വാനിക്കുക, ഇവയൊക്കെ കണക്കാക്കുന്നതിനെയാണ് എന്ത് പറയുക? ഇംപ്ലിസിറ്റ് കോസ്റ്റ്. ഇപ്പൊ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ 3 തരത്തിലുള്ള ചെലവാണ് വരിക. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് വരും, ഇംപ്ലിസിറ്റ് കോസ്റ്റ് വരും, നോർമൽ പ്രോഫിറ്റ് വരും. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് പറഞ്ഞാൽ റെന്റും വേജും ഇൻട്രസ്റ്റും തുടങ്ങിയൊക്കെയാണ് ഏത്? എക്സ്പ്ലിസിറ്റ് കോസ്റ്റിൽ വരിക. ഇംപ്ലിസിറ്റ് കോസ്റ്റ് പറഞ്ഞാൽ ആ കെട്ടിടത്തിന് വരുന്ന സ്വന്തം കെട്ടിടം ഉണ്ടാക്കാൻ വന്ന ചെലവ്, സ്വന്തമായിട്ട് ഭൂമി വാങ്ങാൻ വന്ന ചെലവ്, അങ്ങനെ സ്വന്തമായിട്ട് നമ്മൾ തൊഴിൽ ചെയ്യുക, നമ്മളുടെ ഫാക്ടറിയിൽ നമ്മൾ തന്നെ അധ്വാനിക്കുക, അതൊക്കെയാണ് ഏത് ചെലവിൽ വരിക? ഏത് കോസ്റ്റിൽ വരിക? ഇംപ്ലിസിറ്റ് കോസ്റ്റിൽ വരിക. ഓക്കെ, അടുത്തതാണ് നോർമൽ പ്രോഫിറ്റ്. എന്താണ് നോർമൽ പ്രോഫിറ്റ് അഥവാ സാധാരണ ലാഭം എന്ന് പറഞ്ഞാല്? ഒരു സംരംഭകൻ ബിസിനസ്സിൽ തുടരാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ലാഭത്തെയാണ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഒരു സംരംഭകന് ബിസിനസ്സിൽ തുടരാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ലാഭത്തെ ഏത് പേരിലാ മക്കളെ അറിയപ്പെടുന്നത്? നോർമൽ പ്രോഫിറ്റ് എന്നറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതെന്തിന്റെ ഭാഗമായിട്ട് വരും? ഒരു ചെലവിന്റെ ഭാഗമാണ്. ഇപ്പൊ സംരംഭകൻ ബിസിനസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ലാഭത്തെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? നോർമൽ പ്രോഫിറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പൊ നമ്മള് ചെലവ് ഏതൊക്കെ രീതിയിലാ വരിക എന്ന് പഠിച്ചു. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഉണ്ട്, ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഉണ്ട്, നോർമൽ പ്രോഫിറ്റ് ഉണ്ട്. നോർമൽ പ്രോഫിറ്റ് പറഞ്ഞാൽ ഒരു സംരംഭകൻ ബിസിനസ്സിൽ തുടരാൻ ആവശ്യമായ നമുക്കറിയാം, ഒരു സംരംഭകൻ എന്ന് പറഞ്ഞാൽ ഒരു ഉൽപാദനം നടത്തുന്ന ആ മുതലാളി, അയാൾ ബിസിനസ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അയാൾക്ക് കുറച്ചെങ്കിലും ലാഭം കിട്ടണം. ഒരുപാട് ലാഭമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഒരു നോർമൽ പ്രോഫിറ്റ് ഇല്ലാതെ അയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? അയാള് ഒരു 10 ലക്ഷം മുടക്കിയിട്ടാണ് ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങിയെന്ന് വിചാരിക്കുക. ആ 10 ലക്ഷം അയാൾക്ക് ചെലവ് വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു 13 അല്ലെങ്കിൽ 12 ലക്ഷമെങ്കിലും, 12 ലക്ഷം കൊണ്ടൊന്നും കാര്യമല്ല, 13 ലക്ഷമെങ്കിലും അയാൾക്ക്, 3 ലക്ഷമെങ്കിലും അമിതമായിട്ട് അയാൾക്ക് എന്ത് കിട്ടണം? നോർമൽ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ കഴിയണം. ഒരു 20-25 ലക്ഷമൊക്കെ നേടാൻ കഴിഞ്ഞു വെച്ചാൽ അയാള് ഹൈ ലെവലിലാണ്. അങ്ങനെ കോടികൾ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. 1 കോടി ക്യാഷ് ബിസിനസ്സിനായി വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ 1 കോടിയിൽ നിന്ന് അയാൾക്ക് ഏകദേശം ഒരു 50 ലക്ഷമെങ്കിലും കൂടുതലായിട്ട് എന്ത് ചെയ്യണം? ഒരു 1.5 കോടിയോളം അയാൾക്ക് ഉണ്ടാക്കാൻ കഴിയണം. അപ്പോഴാണ് നോർമൽ പ്രോഫിറ്റ് ആവുക. അപ്പൊ ഒരു സംരംഭകൻ ബിസിനസ്സിൽ തുടരാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ലാഭത്തെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? നോർമൽ പ്രോഫിറ്റ് എന്നറിയപ്പെടുന്നത്.
രാത്രിയാണ് ഏതിന്റെ വിഭാഗമായിട്ട് അറിയപ്പെടുന്നത്? പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ, അതായത് ഉൽപാദന ചെലവിന്റെ ടൈപ്സ് അഥവാ ഉൽപാദന ചെലവിന്റെ പ്രധാന വിഭാഗങ്ങളായിട്ട് അറിയപ്പെടുന്നത് കേട്ടോ. അടുത്തത് നോക്കൂ മക്കളെ. ഇവിടെ ഈ ഒരു പിക്ചറില് ഒരു എന്താ പറയാ, ഒരു ബൈപ്പാസ് പോലെ നമുക്ക് തോന്നുക അല്ലെ. ഇവിടെ ഒരു റോഡ് പോകുന്നുണ്ട്, ഇവിടെ റോഡുണ്ട്, ഇവിടെ റോഡുണ്ട്, ഇവിടെ ഒപ്പം നമ്മളെ കയ്യുണ്ട്. ഇവിടെ എന്തിനാണ്? ഇവിടെ നമുക്ക് ചോയ്സ് എന്നാ പറയുന്നത്. ഏത് വേണമെങ്കിലും ഇതൊന്ന് സെലക്ട് ചെയ്യാം. ഏത് വഴി വേണം, ചോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? തെരഞ്ഞെടുക്കൽ എന്നാണ്. ഏത് വഴി വേണമെങ്കിലും തെരഞ്ഞെടുക്കാം നമ്മളെ കൈകൾക്ക്. അതാണ് ഈ പിക്ചറിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ ബൈപ്പാസിൽ നിന്ന് നമുക്ക് ഏത് വഴി വേണമെങ്കിലും ചോയ്സ് സെലക്ട് ചെയ്യാം. അതാണ് ചോയ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള തിയറിയാണ് ഏത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അവസരാത്മക ചെലവ് എന്ന് പറയും. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അവസരാത്മക ചെലവ്. അവസരാത്മക ചെലവ് എന്ന് പറഞ്ഞാല് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഏറ്റവും മികച്ച ബദലിന്റെ മൂല്യമാണ് അവസരാത്മക ചെലവ്. അതായത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് കൃഷി ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അരിയും കൃഷി ചെയ്യുന്നുണ്ട്, ഗോതമ്പും കൃഷി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 3-4 സാധനങ്ങൾ കൃഷി, അരി, ഗോതമ്പ്, പയറുവർഗ്ഗങ്ങള്, മറ്റ് ബാർലി, അങ്ങനെയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. ആ 3-4 ഐറ്റത്തിൽ നിന്നും നമ്മൾ ഏറ്റവും നമുക്ക് ഏതിനാണോ ഡിമാൻഡ്, ഏതാണോ കൂടുതൽ ആളുകൾ വാങ്ങുന്നത് വെച്ചാൽ അത് മാത്രം കൂടുതൽ കൃഷി ചെയ്യുമ്പോൾ അതിന്റെ ബദൽ മൂല്യത്തെയാണ് നമ്മൾ എന്ത് പറയുക? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഒരു തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഏറ്റവും മികച്ച ബദലിന്റെ മൂല്യം, അതിനെയാണ് എന്ത് പറയുന്നത്? അവസരാത്മക ചെലവ്. ഉദാഹരണം, പഠനത്തിനായി നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ ആ സമയത്ത് ജോലി ചെയ്ത് സമ്പാദിക്കുവാൻ കഴിയുന്ന വരുമാനമാണ് എന്ത്? അവസരാത്മക ചെലവ്. നമ്മൾ പഠിക്കണുണ്ട്, അതിനോടൊപ്പം തന്നെ നമ്മൾ ജോലി ചെയ്തിട്ട് കുറച്ച് ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഒരു വഴി കണ്ടെത്തുക. അതാണ് ഇവിടെ വഴി. ഏത് വഴി വേണമെങ്കിലും കണ്ടെത്താം. അതാണ് ഈ ഒരു പിക്ചർ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഒരുപാട് ബൈപ്പാസ് ഉണ്ട്. ഈ ബൈപ്പാസിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോഡ് ചോയ്സ് ചെയ്യാം. അപ്പൊ നമ്മള് ഉൽപാദനം നടത്തുമ്പോൾ നമുക്ക് ഏതിൽ നിന്നാണോ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നത് അതിന്റെ മൂല്യത്തെ, ആ ബദൽ മൂല്യത്തെയാണ് എന്ത് പറയുന്നത്? അവസരാത്മക ചെലവ് എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെ പഠിച്ചേ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്താന്ന് പഠിച്ചു. ഉൽപാദന ചെലവ് എന്താണ്? ഒരു വ്യാപാരം നടത്തുമ്പോൾ വരുന്ന ചെലവുകളെയൊക്കെ നമുക്ക് എന്ത് പറയാം? ഉൽപാദന ചെലവ് എന്ന് പറയാം. അവിടെ ഭൂമിക്ക് വരുന്ന ചെലവ്, തൊഴിലിന് വരുന്ന ചെലവ്, പിന്നെ പലിശയ്ക്ക് വരുന്ന ചെലവ്, സംരംഭകന് കിട്ടുന്ന ലാഭം, അതൊക്കെ ഏതിൽ വരാം? ഉൽപാദന ചെലവിൽ വരാം. അതിനുശേഷം നമ്മൾ ഏതൊക്കെ തരം കോസ്റ്റുകളാ പഠിച്ചേ? എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് നോർമൽ പ്രോഫിറ്റ് എന്താന്ന് പഠിച്ചു. അതിനുശേഷമാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ എന്ത് ഉൽപാദനം നടത്തുമ്പോഴും അതിൽ നിന്ന് നമ്മൾക്ക് ഒരുപാട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഏതിൽ നിന്നാണോ പണം സമ്പാദിക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഏതിനാണോ കൂടുതൽ ഡിമാൻഡ് ഉള്ളത്, അതിന്റെ ആ ബദൽ മൂല്യത്തെയാണ് എന്ത് പറയുക? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഏറ്റവും മികച്ച ബദലിന്റെ മൂല്യമാണ് എന്ത്? അവസരാത്മക ചെലവ്. അതുകൊണ്ട് നമ്മൾ പഠനത്തിനായിട്ട് സമയം ചെലവഴിക്കുമ്പോൾ ആ സമയത്ത് ജോലി ചെയ്ത് സമ്പാദിക്കുവാൻ കഴിയുന്ന വരുമാനമാണ് എന്ത്? അവസരാത്മക ചെലവ്. നമ്മൾ ഇഷ്ടപ്പെട്ടത് തെരഞ്ഞെടുക്കുക. ഇപ്പൊ നമ്മൾ ഒന്നിൽ കൂടുതൽ ഉൽപാദനം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ചെലവുകളെയൊക്കെ നമുക്ക് എന്ത് പറയാം? അവസരാത്മക ചെലവ് എന്ന് പറയാം. അടുത്തതാണ് പ്രൈവറ്റ് കോസ്റ്റ് ആൻഡ് സോഷ്യൽ കോസ്റ്റ്. പ്രൈവറ്റ് കോസ്റ്റ് ആൻഡ് സോഷ്യൽ കോസ്റ്റ്. എന്താണ് പ്രൈവറ്റ് കോസ്റ്റ് എന്നും സോഷ്യൽ കോസ്റ്റ് എന്നും പറഞ്ഞാൽ? പ്രൈവറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം നേരിട്ട് വഹിക്കുന്ന ചെലവ്. ഒരു സ്ഥാപനം നേരിട്ട് വഹിക്കുന്ന ചെലവുകളെയൊക്കെ നമുക്ക് എന്ത് പറയാം? പ്രൈവറ്റ് കോസ്റ്റ് എന്ന് പറയാം. ഉൽപാദന ഘടകങ്ങൾക്ക് നൽകുന്ന പണമാണ് ഇതിൽ ഉൾപ്പെടുക.
ഇപ്പൊ ഒരു പ്രൈവറ്റ് സ്ഥാപനം, ഒരു ചെരുപ്പിന്റെ കമ്പനി, ആ ചെരുപ്പിന്റെ കമ്പനി അല്ലെങ്കിൽ ഒരു ബാഗിന്റെ കമ്പനി അല്ലെങ്കിൽ ഡ്രസ്സിന്റെ കമ്പനി, അവര് ആ ഉൽപാദന സ്ഥാപനം അവിടുത്തെ ചെലവ് അവര് നേരിട്ടിട്ടാണ് വഹിക്കുക. അതുകൊണ്ട് ഒരു ഉൽപാദന സ്ഥാപനം അവരുടെ ചെലവുകൾ നേരിട്ട് വഹിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? പ്രൈവറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്, സ്വകാര്യ ചെലവ് എന്ന് പറയുന്നത്. എന്നാ സോഷ്യൽ കോസ്റ്റ് പറഞ്ഞാൽ എന്താ? ഉൽപാദനം മൂലം സമൂഹത്തിൽ ഉണ്ടാകുന്ന ചെലവ്. അതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരു ഫാക്ടറിയിൽ നിന്നുള്ള വായു മലിനീകരണം മൂലം സമീപവാസികൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. അതായത് ഉൽപാദനം മൂലം സമൂഹത്തിൽ ഉണ്ടാകുന്ന ചെലവിനെ നമുക്ക് എന്ത് പറയാം? സോഷ്യൽ കോസ്റ്റ് എന്ന് പറയാം. ഒരു ഫാക്ടറി ഉണ്ടെങ്കിൽ ആ ഫാക്ടറിയിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന വായു മലിനീകരണം മൂലം സമീപവാസികൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഏതിൽ വരും? സോഷ്യൽ കോസ്റ്റിൽ വരും. പ്രൈവറ്റ് കോസ്റ്റ് പറഞ്ഞാൽ എന്താ? ഒരു സ്ഥാപനം നേരിട്ട് വഹിക്കുന്ന ചെലവിനെയാണ് പ്രൈവറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു സ്ഥാപനം നേരിട്ട് വഹിക്കുന്ന ചെലവ്, ഉൽപാദന ഘടകങ്ങൾക്ക് നൽകുന്ന പണമാണ് ഏതിൽ പെടുന്നത്? പ്രൈവറ്റ് കോസ്റ്റിൽ വരുന്നത്. എന്നാല് സോഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൽപാദനം മൂലം സമൂഹത്തിനുണ്ടാകുന്ന ചെലവ്. ഒരു ഫാക്ടറിയിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ആ മലിനീകരണമായ വസ്തുക്കൾ ആളുകൾക്ക് എത്രത്തോളം ദോഷകരമാകുന്നു, അങ്ങനെ ആളുകൾക്ക് വരുന്ന ചെലവിനെയാണ് എന്ത് പറയുക? സോഷ്യൽ കോസ്റ്റ്. അടുത്തത് നോക്കൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. എന്താണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാല്? അതായത് സ്ഥിരമായിട്ടുണ്ടാകുന്ന എല്ലാ ചെലവുകളെയും ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നു. ഒരു ഉൽപാദന സ്ഥാപനത്തിന് സ്ഥിരമായിട്ടുണ്ടാകുന്ന എല്ലാ ചെലവുകളെയുമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഫിക്സഡ് കോസ്റ്റ് എന്നറിയപ്പെടുന്നത്. അവിടെ ഉൽപാദനത്തിന്റെ അളവ് മാറിയാലും മാറാത്ത ചെലവായിരിക്കും ഉണ്ടാവുക. ഇപ്പൊ ഒരു ഉൽപാദന സ്ഥാപനത്തിന് സ്ഥിരമായി വരുന്ന ചെലവ് എന്തൊക്കെയാണ്? ഒരു ഉൽപാദന സ്ഥാപനത്തിന് സ്ഥിരമായിട്ട് വരുന്ന ചെലവ് ആ കെട്ടിടത്തിന്റെ വാടക, ഇൻഷുറൻസ് പ്രീമിയം, യന്ത്രങ്ങൾക്ക് വരുന്ന പലിശ, ആളുകൾക്ക് കൊടുക്കുന്ന സാലറി, ഇതൊക്കെയാണ് ഫിക്സഡ് കോസ്റ്റിൽ വരിക കേട്ടോ. അപ്പൊ ഒരു ഉൽപാദന സ്ഥാപനത്തിന് ഒരിക്കലും മാറാതെ വരുന്ന ചെലവിനെയാണ്, ഉൽപാദനത്തിന്റെ അളവ് മാറിയാലും മാറാത്ത ചെലവ് വരികയാണെങ്കിൽ അതിനെ എന്താ പറയുക? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയും. മാറാത്ത ചെലവ്, ഫിക്സഡ് ആയിട്ടുള്ള ചെലവ്. അതിന് എക്സാമ്പിൾ എന്താണ്? കെട്ടിടങ്ങളുടെ വാടക, ഇൻഷുറൻസ് പ്രീമിയം, യന്ത്രങ്ങളുടെ പലിശ. എന്നാൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വ്യതിയാന ചെലവുകൾ എന്ന് പറയും. എന്താ വ്യതിയാന ചെലവ് എന്ന് പറഞ്ഞാല്? ഉൽപാദനത്തിന്റെ അളവനുസരിച്ച് മാറുന്ന ചെലവുകളെയാണ് എന്ത് പറയുക? വേരിയബിൾ കോസ്റ്റ്. ഉൽപാദനത്തിന്റെ അളവനുസരിച്ച് മാറുന്ന ചെലവുകളെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുക. അതിന് എക്സാമ്പിൾ ആണ് ഏതൊക്കെ? അസംസ്കൃത വസ്തുക്കൾ, തൊഴിലാളികളുടെ വേതനം, വൈദ്യുതി ചെലവ്. അപ്പൊ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അപ്പൊ ടീച്ചർ നേരത്തെ ഫിക്സഡ് കോസ്റ്റില് തൊഴിലാളികളുടെ വേതനം പെടുന്നുണ്ടെങ്കിൽ പോലും അത് മാറാട്ടോ. അത് മാറ്റപ്പെടാം, അത് വേരിയബിൾ കോസ്റ്റിക്ക് മാറാം. കാരണം എന്തുകൊണ്ടാണ്? തൊഴിലാളികൾക്ക് വേതനം കൊടുക്കണം എന്നുള്ള കാര്യം ഫിക്സഡ് ആണ്, പക്ഷെ ആ സാലറിൻ്റെത് എന്താവും? സാലറി കൊടുക്കണം എന്നുള്ളത് എപ്പോഴും ഫിക്സഡ് ആണ്, പക്ഷെ അതിന്റെ അളവ് കൂടുന്നതും കുറയുന്നതും വരുമ്പോ ഏതാണ്? വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പൊ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഉൽപാദനത്തിന്റെ അളവ് അനുസരിച്ച് മാറുന്ന ചെലവിനെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയാ. നമുക്കറിയാം, ഒരുപാട് അസംസ്കൃത പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടി വരുമ്പോൾ തൊഴിലാളികൾക്ക് ജോലിഭാരം കൂടും, അവർക്ക് കൊടുക്കുന്ന വേജിന്റെ അളവ് കൂട്ടേണ്ടി വരും. അതേപോലെ ഒരുപാട് അസംസ്കൃത വസ്തുക്കൾ വാങ്ങേണ്ടി വരും. അതുപോലെ വൈദ്യുതി ബില്ല് വർദ്ധിക്കാം. ചില മാസങ്ങളിൽ ചില കമ്പനികളിൽ ഉൽപാദനം കുറവാണെങ്കിൽ അവിടെ എന്തും കുറവായിരിക്കും, വൈദ്യുതി ബില്ലും കുറവായിരിക്കും. എന്നാൽ ചില മാസങ്ങളില് ഇപ്പൊ ബാഗിന്റെ ഒക്കെ കമ്പനി ആണെങ്കിൽ ആ ബാഗ് നിർമ്മാണശാലയില് നമുക്കറിയാം ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കൂടുതൽ ഉൽപാദനം നടത്തേണ്ടത്. കാരണം ജൂണിലാണല്ലോ സ്കൂൾ തുറക്കുക, അപ്പോഴേക്കും വിപണിയിലേക്ക് ബാഗുകൾ എത്തണം. അപ്പൊ ഒരു ജനുവരി, ഫെബ്രുവരി, മാർച്ച്, മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ അവിടെ ഭയങ്കര ഉൽപാദനമായിരിക്കും. അപ്പൊക്കെ അവിടെ ആ ഫാക്ടറിയില്, ബാഗിന്റെ ഫാക്ടറിയില് എന്തും വർദ്ധിക്കാം, വൈദ്യുതി ബില്ലും വർദ്ധിക്കാം.
ഇപ്പൊ ഏകദേശം സ്കൂളൊക്കെ തുറന്ന് ഒരു ആഗസ്റ്റ് മാസം ആകുമ്പോ ബാഗിന്റെ വലിയ വലിയ കമ്പനികളിൽ അങ്ങനെ ഒരുപാട് ഉത്പാദിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടെ എന്തും കുറയാം, വൈദ്യുതി ബില്ലും കുറയാം. അതുകൊണ്ട് അതൊരു ഫിക്സഡ് അല്ല, അത് എപ്പോഴും എന്താണ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മള് കോസ്റ്റിനെ രണ്ട് രീതിയിൽ പഠിച്ചു. ഫിക്സഡ് കോസ്റ്റും വരാം, വേരിയബിൾ കോസ്റ്റും വരാം. നമ്മൾ ഏതൊക്കെ പഠിച്ചേ? ഈ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് പഠിച്ചു, ഇംപ്ലിസിറ്റ് കോസ്റ്റ് പഠിച്ചു, നോർമൽ കോസ്റ്റ് പഠിച്ചു, അതേപോലെ തന്നെ പിന്നെ പ്രൈവറ്റ് കോസ്റ്റ് പഠിച്ചു, സോഷ്യൽ കോസ്റ്റ് പഠിച്ചു. പിന്നെയാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് മനസ്സിലാക്കിയത്. അടുത്തത് നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇക്വേഷൻസ് നോക്കൂ. ഏതൊക്കെ അപ്പൊ ഇനി നമ്മൾ ഏതൊക്കെ പഠിക്കണം, മനസ്സിലാക്കണം. ടോട്ടൽ കോസ്റ്റ് എന്താന്ന് പഠിക്കണം, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്താന്ന് പഠിക്കണം, ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്താന്ന് മനസ്സിലാക്കണം, ആവറേജ് ടോട്ടൽ കോസ്റ്റ് എന്താന്ന് മനസ്സിലാക്കണം, മാർജിനൽ കോസ്റ്റ് എന്താണ്. അതായത് ഇവിടെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണ് തന്നിട്ടുള്ളത്. ടോട്ടൽ കോസ്റ്റ് പറഞ്ഞാൽ എന്താ? എന്തിനാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്? മൊത്തം ചെലവ് എന്ന് പറയും. ഒരു സ്ഥാപനത്തിലെ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ വരുന്ന ഒരു വർഷത്തെ മൊത്തം ചെലവുകളെയാണ് എന്ത് പറയുക? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുക. ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാല് ഒരു സ്ഥാപനത്തിലെ ഒരു വർഷത്തിൽ വരുന്ന മൊത്തം ചെലവുകളെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ടോട്ടൽ കോസ്റ്റ് എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് ടോട്ടൽ കോസ്റ്റ് ഈക്വൽ TFC പ്ലസ് TVC എന്ന് പറയും. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ടോട്ടൽ കോസ്റ്റ് കിട്ടുക. കണ്ടോളൂ, ടോട്ടൽ കോസ്റ്റ് പറഞ്ഞാൽ, ടോട്ടൽ കോസ്റ്റ് എഴുതാൻ പറഞ്ഞാൽ ഈ ഇക്വേഷൻ എഴുതിയാൽ മതി. ടോട്ടൽ കോസ്റ്റ് പറഞ്ഞാൽ എന്താ? ഒരു വലിയ വ്യവസായശാലയിൽ ആ ഒരു വർഷത്തിൽ ഉണ്ടാകുന്ന മൊത്തം ചെലവുകളെയാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുക. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും വരാം, ടോട്ടൽ വേരിയബിൾ കോസ്റ്റും വരാം. അപ്പൊ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത്. അടുത്തത് നമുക്ക് നോക്കേണ്ടത് ഏതാ? ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, AFC എന്ന് പറയും. ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കാണുക എങ്ങനെയാണ്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കിട്ടുന്നത്. അപ്പൊ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കിട്ടാൻ എന്ത് ചെയ്യണം? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കിട്ടുന്നത്. ഓക്കെ, അടുത്തതാണ് ആവറേജ് ടോട്ടൽ കോസ്റ്റ്. ആവറേജ് ടോട്ടൽ കോസ്റ്റ്, ATC എന്ന് പറയും. ആവറേജ് ടോട്ടൽ കോസ്റ്റ് എങ്ങനെ കിട്ടുക? ടോട്ടൽ കോസ്റ്റ് ഹരിക്കണം ഔട്ട്പുട്ട് ചെയ്താൽ ആവറേജ് ടോട്ടൽ കോസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്, അത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഈ ഇക്വേഷൻസ് ആട്ടോ ഇതിന്റെ പ്രധാനം. ഇനി മാർജിനൽ കോസ്റ്റ്, അഡീഷണൽ ആയി വരുന്ന ചെലവുകളെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയാ. മാർജിനൽ കോസ്റ്റ് കാണുക എങ്ങനെ? ടോട്ടൽ കോസ്റ്റും ടോട്ടൽ കോസ്റ്റിന്റെ നമ്പറും ടോട്ടൽ കോസ്റ്റിന്റെ ആദ്യത്തെ നമ്പറും കൂടി ടോട്ടൽ കോസ്റ്റ് മൊത്തം കൂട്ടുക, അതാണ് എന്ന് പറയുന്നത്. എന്നിട്ട് അതിന്റെ ഫസ്റ്റ് നമ്പറിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാർജിനൽ കോസ്റ്റ് കിട്ടുക. ഇനി ഇതല്ലെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് N മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് N-1 ചെയ്യുമ്പോൾ നമുക്ക് ഏത് കിട്ടാം? മാർജിനൽ കോസ്റ്റ് കിട്ടാം. ഇതിൽ നിങ്ങൾക്ക് ഇത് ഇക്വേഷൻ പഠിക്കാനേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ പ്രോബ്ലം, ഒരു മിനിറ്റ്, ലാസ്റ്റ് ഭാഗത്തായിട്ട് അതിന്റെ പ്രോബ്ലം പറയുന്നുണ്ട് കേട്ടോ. പേജ് നമ്പർ നിങ്ങളെ ഗൈഡില് 216 കാണാം. ആ 216 216ഉം 217 പേജുകളിലായിട്ട് അതിന്റെ പ്രോബ്ലം പറയുന്നുണ്ട്. അപ്പൊ ആ പ്രോബ്ലം നിങ്ങൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് അതിന്റെ പ്രോബ്ലങ്ങൾ കാണേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ഗൈഡ് ഉണ്ടെങ്കിൽ ഈ ഗൈഡാണ്, ഈ ഗൈഡിൽ വരുന്ന ഭാഗമാണ് ആ പ്രോബ്ലം.
അതില് നോക്കൂ, ഇവിടെ ഐറ്റം തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ഉണ്ട്. എന്തൊക്കെയാ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്? ടോട്ടൽ കോസ്റ്റ്, ആവറേജ് ടോട്ടൽ കോസ്റ്റ്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, ആവറേജ് വാരിയബിൾ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. അതൊക്കെ ഇതിൽ കണ്ടുപിടിക്കുന്നത് നോക്കൂ. ടോട്ടൽ കോസ്റ്റ് എങ്ങനെയാ കാണുന്നത്? ഇവിടെ പറഞ്ഞ ടീച്ചർ ഇക്വേഷൻ. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വാരിയബിൾ കോസ്റ്റും ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ കോസ്റ്റ് കിട്ടുക. അപ്പൊ നമുക്കറിയാം ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വാരിയബിൾ കോസ്റ്റും. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പറയുന്നത് 60, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് പറയുന്നത് 0. അപ്പൊ 60ഉം 0 കൂട്ടുമ്പോ 60 തന്നെ. പിന്നെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഒരിക്കലും മാറില്ല, ഫിക്സഡ് ആയിട്ടാ വരിക. ഈ 60 കൂടെ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് 50 കൂട്ടുമ്പോ എത്ര എന്ത് ചെയ്യാ? 110 കിട്ടും. അങ്ങനെ കേട്ടോ, 110 കിട്ടും. 60ഉം 50ഉം കൂട്ടുമ്പോ 110 കിട്ടും. പിന്നെ 60 കൂടെ 90 കൂട്ടുമ്പോ 150 കിട്ടും. 60 കൂടെ 150 കൂട്ടുമ്പോ 240 കിട്ടും. 60 കൂടെ 300 കൂട്ടുമ്പോ 360 കിട്ടും. അങ്ങനെയാണ് ടോട്ടൽ കോസ്റ്റ് കണ്ടെത്തിയത്. ഇനി ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് നോക്കൂ. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഇതാണ് ഔട്ട്പുട്ട്. ഇപ്പൊ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഒക്കെ 60 അല്ലേ? ഇതിനെ ഈ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ ഈ ഔട്ട്പുട്ട് വെച്ച് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് കിട്ടുക? ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കിട്ടുക. മനസ്സിലായോ? ഇനി ആവറേജ് വാരിയബിൾ കോസ്റ്റ് എങ്ങനെ കിട്ടുക? ടോട്ടൽ വാരിയബിൾ കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ട് കൂട്ടിയാൽ മതി. കണ്ടോ, ടോട്ടൽ വാരിയബിൾ കോസ്റ്റിനെ എന്ത് ചെയ്യുക? ആവറേജ് വാരിയബിൾ കോസ്റ്റാ ചോദിക്കുന്നത്. ആവറേജ് വാരിയബിൾ കോസ്റ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ വാരിയബിൾ കോസ്റ്റിനെ, ഇതാണ് ടോട്ടൽ വാരിയബിൾ, ഇതിനെ ഏതുകൊണ്ട് കൂട്ടിയാൽ മതി? ഔട്ട്പുട്ട് കൊണ്ട് കൂട്ടിയാൽ മതി. പിന്നെ അതേപോലെ തന്നെ ആവറേജ് ടോട്ടൽ കോസ്റ്റ് കാണുന്നത് എങ്ങനെയാണ്? ആവറേജ് ഫിക്സഡ് കോസ്റ്റും ആവറേജ് വാരിയബിൾ കോസ്റ്റും കൂട്ടുമ്പോഴാണ് ആവറേജ് ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത്. മാർജിനൽ കോസ്റ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? അതായത് മാർജിനൽ കോസ്റ്റ് കിട്ടാൻ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നാൽ മതി. ടോട്ടൽ വാരിയബിൾ ഇതിനെങ്ങനെ കുറച്ച് കൊണ്ടുവരുമ്പോ 0ൽ നിന്ന് 50 കുറയ്ക്കുമ്പോ 50, പിന്നെ 50ൽ നിന്ന് 90 കുറയ്ക്കുമ്പോ 40, 90ൽ നിന്ന് 150 കുറയ്ക്കുമ്പോ 90, 150ൽ നിന്ന് 300 കുറയ്ക്കുമ്പോ 120. അങ്ങനെ കുറച്ച് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? മാർജിനൽ കോസ്റ്റ് കിട്ടുക കേട്ടോ. ഇത് ഞാൻ ലൈവ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമാക്കി തരാം. ഈ ഇക്വേഷൻ ആണ് ഇവിടെ ഈ പ്രോബ്ലത്തിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഇക്വേഷൻ നന്നായിട്ട് മനസ്സിലാക്കുക. ഒന്നുമില്ല, ഇതാണ് ഔട്ട്പുട്ട്. ഇവിടെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വാരിയബിൾ കോസ്റ്റും തന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ഇക്വേഷൻ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഈ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. അതിൽ മാർജിനൽ കോസ്റ്റ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ വാരിയബിൾ കോസ്റ്റിനെ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരുമ്പോഴാണ് മാർജിനൽ കോസ്റ്റ് കാണുക കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കൂ. ഇവയെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡയഗ്രാണ് തന്നിട്ടുള്ളത് അല്ലെ. എല്ലാതും കൂടി ഉൾപ്പെടുത്തി ആവറേജ് വാരിയബിൾ കോസ്റ്റും മാർജിനൽ കോസ്റ്റും ആവറേജ് കോസ്റ്റും ഒക്കെ തമ്മിലുള്ള ബന്ധമാണ് ഇങ്ങനെ ഡയഗ്രത്തിലായിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ ഡയഗ്രത്തിന്റെ പ്രത്യേകത ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ, അതായത് നിങ്ങളോട് AC-യും MC, AC, ABC ആണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴേക്കും മേലേക്കും എഴുതിയിട്ട് നിങ്ങൾക്ക് ഇത് മാർക്ക് ചെയ്തിട്ട് ഗ്രാഫ് രൂപേണ വരയ്ക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ടീച്ചർ പറഞ്ഞുതരാം. ABC-ക്ക് ബാധകമാണ് എപ്പോഴും എന്ത്? MC വക്രം. ACയെയും ABCയെയും അവിടെ ഏറ്റവും താഴ്ന്ന ബിന്ദുവിൽ വെച്ചിട്ടാണ് ഏത് ഛേദിക്കുന്നത്? ACയെയും ABCയെയും അവിടെ ഏറ്റവും താഴ്ന്ന ബിന്ദുവിൽ വെച്ചിട്ടാണ് MC വക്രം ഛേദിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, MC ലെസ് ദാൻ AC, അപ്പൊ AC കുറയും. MC ഈക്വൽ AC ആകുമ്പോ AC ഏറ്റവും കുറഞ്ഞ മിനിമം പോയിന്റത്തിൽ എത്തും. MC ഗ്രേറ്റർ ദാൻ AC ആകുമ്പോ AC കൂടും. ആ ഒരു മാറ്റാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇത് നിങ്ങൾക്ക് അങ്ങനെ ഗൈഡിൽ പഠിക്കാനായിട്ട് ഇട്ടിട്ടൊന്നുമില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് ടീച്ചർ പറഞ്ഞു തരികയെന്ന് മാത്രം കേട്ടോ. കാരണം MC ലെസ് ദാൻ AC ആകുമ്പോ AC കുറയും. MC ഈക്വൽ AC ആകുമ്പോ AC ഏറ്റവും കുറഞ്ഞത് മിനിമം പോയിന്റിൽ എത്തും. MC ഗ്രേറ്റർ ദാൻ AC ആകുമ്പോ AC കൂടും. നമ്മളിവിടെ പഠിച്ച കാര്യങ്ങളൊക്കെ ഏതൊക്കെ ചോദ്യങ്ങളാണ് വരിക എന്നാണ്. എന്തൊക്കെ ചോദ്യങ്ങളാണ് വരിക? ഉൽപാദന ചെലവ് എന്താന്ന് വരും.
ഉൽപാദന ഘടകങ്ങൾ വാങ്ങാനോ വാടകയ്ക്ക് എടുക്കാനോ ചെലവഴിക്കുന്ന തുകയെയാണ് എന്ത് പറയുക, ഉൽപാദന ചെലവ് എന്ന് പറയാം. പിന്നെ എക്കണോമിക്സും ബിസിനസ്സും കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമുക്കറിയാം ഏതൊക്കെ കോസ്റ്റുകൾ പഠിക്കണം ഇവിടെ. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, എക്സ്പ്ലിസിറ്റ് പ്ലസ് ഇംപ്ലിസിറ്റ് പ്ലസ് നോർമൽ പ്രോഫിറ്റ്, ആ 3 എണ്ണമാണ് ഇതിൽ എഴുതേണ്ടത്. പിന്നെ മാർജിനൽ കോസ്റ്റ് എന്താണ്? ഒരധിക യൂണിറ്റ് ഉൽപ്പാദിക്കുമ്പോൾ ടോട്ടൽ കോസ്റ്റിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് എന്ത് പറയുന്നത്, മാർജിനൽ കോസ്റ്റ് എന്ന് പറയാം. ഒരു അധിക യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ടോട്ടൽ കോസ്റ്റിൽ ഉണ്ടാകുന്ന വർധനവാണ് മാർജിനൽ കോസ്റ്റ്. പരീക്ഷയ്ക്ക് നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഇക്വേഷൻസ് ആണ്. ആദ്യം ടോട്ടൽ കോസ്റ്റ് എങ്ങനെ കാണുക? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും കൂട്ടുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക, ടോട്ടൽ. ഈ ഇക്വേഷൻ പഠിക്കണം കേട്ടോ. ഈ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ടോട്ടൽ കോസ്റ്റ് എങ്ങനെ കിട്ടുക? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ടോട്ടൽ കോസ്റ്റ് കിട്ടുക. ഇനി ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എങ്ങനെ കിട്ടുക? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ടായിരിക്കുമ്പോഴാണ് ഏത് കിട്ടുന്നത്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കിട്ടുക. ഇനി ആവറേജ് വാരിയബിൾ കോസ്റ്റ് എങ്ങനെ കിട്ടുക? ടോട്ടൽ വാരിയബിൾ കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ടായിരിക്കുമ്പോഴാണ് ആവറേജ് വാരിയബിൾ കോസ്റ്റ് കിട്ടുക, അല്ലെ? അപ്പൊ ടോട്ടൽ കോസ്റ്റ് എങ്ങനെ കിട്ടുക മനസ്സിലാക്കി, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എങ്ങനെ കിട്ടുക മനസ്സിലാക്കി, ആവറേജ് വാരിയബിൾ കോസ്റ്റ് എങ്ങനെ കിട്ടുക എന്ന് മനസ്സിലാക്കി. ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത് എങ്ങനെയാണ്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് കൊണ്ട് കൂട്ടുമ്പോഴാണ് ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത്. ഇനി ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കിട്ടുന്നത്. ഇനി ആവറേജ് വാരിയബിൾ കോസ്റ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? ടോട്ടൽ വാരിയബിൾ കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ആവറേജ് വാരിയബിൾ കോസ്റ്റ് കിട്ടുന്നത്. ഇനി ആവറേജ് ടോട്ടൽ കോസ്റ്റ് എങ്ങനെയാണ് കിട്ടുക? ഈക്വേഷൻ നോക്കൂ. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ആവറേജ് വാരിയബിൾ കോസ്റ്റ് ചെയ്യുമ്പോഴാണ് ആവറേജ് ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത്. ഇത് ഓരോന്നും എങ്ങനെ 1, 2, 3, 4, 5 എണ്ണാണ്. ഈ 5 സൂത്രവാക്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. മാർജിനൽ കോസ്റ്റ് എങ്ങനെ കിട്ടുക? ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ചേഞ്ച് ഇൻ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ചെയ്താലും കിട്ടും, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മളിവിടെ പഠിച്ചു മാർജിനൽ കോസ്റ്റ് കിട്ടണമെങ്കിൽ ടോട്ടൽ കോസ്റ്റിൽ നിന്നും ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നാൽ മതി. ടോട്ടൽ കോസ്റ്റിനെ ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നാലും മാർജിനൽ കോസ്റ്റ് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് കൂടുതലായി നോർമൽ പ്രോഫിറ്റ് ഒക്കെ ഒന്നും കൂടി പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ, ഒരു മിനിറ്റ്. നോർമൽ പ്രോഫിറ്റ്, പ്രൈവറ്റ് കോസ്റ്റ്, സോഷ്യൽ കോസ്റ്റ് ഒക്കെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. നോർമൽ പ്രോഫിറ്റ് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സംരംഭകന് ബിസിനസ്സിൽ തുടരാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രതിഫലമാണ്, അല്ലെങ്കിൽ ഒരു സംരംഭകന് ആ ബിസിനസ്സിൽ നിൽക്കാൻ വേണ്ടി ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ ലാഭത്തെയാണ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയാന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി പ്രൈവറ്റ് കോസ്റ്റ് എന്താന്ന് പറഞ്ഞു. പ്രൈവറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിക്ക് വരുന്ന സ്വന്തമായിട്ടുണ്ടാകുന്ന ചെലവിനെ പ്രൈവറ്റ് കോസ്റ്റ് എന്ന് പറയും. സോഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാല് ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനം മൂലം ആളുകൾക്ക് വരുന്ന ചെലവിനെയാണ് സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുക. അതൊക്കെ കാരണം ജലമലിനീകരണോ വായു മലിനീകരണോ ശബ്ദ മലിനീകരണോ ഒക്കെ കാരണമാണ് ഏത് വരിക, സോഷ്യൽ കോസ്റ്റ് വരിക എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ കുട്ടികളെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന ഈ ചാപ്റ്ററിൽ വളരെ മൈന്യൂട്ടായിട്ട് നോക്കേണ്ടത്. ടീച്ചർ പരമാവധി ഷോർട്ട് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇതില് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അതിന്റെ ഓരോ കാര്യവും മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചാപ്റ്ററിന്റെ ക്ലാസ് കേട്ട് ചെലവുകളെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ ബുക്കിലെ ഗൈഡ് നോക്കി പഠിക്കണം. ഓരോ ചെലവുകളും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള ചെലവുകളാണ് വരുന്നത് നമ്മൾ പഠിച്ചു. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് വരാം, ഇംപ്ലിസിറ്റ് കോസ്റ്റ് വരാം, നോർമൽ കോസ്റ്റ് വരാം, അതേപോലെ തന്നെ സോഷ്യൽ കോസ്റ്റ് വരാം, പ്രൈവറ്റ് കോസ്റ്റ് വരാം, ഫിക്സഡ് കോസ്റ്റ് വരാം, വാരിയബിൾ കോസ്റ്റ് വരാം. അപ്പൊ ഇതൊക്കെ നമുക്ക് വരുന്ന ചെലവുകളാണ്. അതേപോലെ തന്നെ ഓരോന്നും കണ്ടെത്താനുള്ള ഇക്വേഷൻസ് ആണ് ഇതിൽ നിങ്ങൾ കൂടുതലായിട്ട് നോക്കി വെക്കേണ്ടത്. അപ്പൊ ആ ഇക്വേഷൻസും ഓരോ ചെലവുകളും എന്തൊക്കെ തരത്തിലുള്ള ചെലവുകളാണ് ഉള്ളത് എന്നൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ലൈവ് സെക്ഷൻ വെക്കുമ്പോൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി അടുത്ത ചാപ്റ്ററിന്റെ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ.